പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ യാത്രയാമങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് കരയുന്നു, നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തോട് പറയുന്നു. എത്രയോ വട്ടം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി ഇല്ലാതിരിക്കുന്നു. എന്നാൽ പ്രിയരെ, നിങ്ങൾ മടുപ്പില്ലാതെ വിഷമമില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, സന്തോഷത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം മറുപടി തരുന്നതിനും പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവം മറുപടി തരാതെ നമ്മളെ വഴിയിലിട്ടിട്ട് പോണ ദൈവമല്ല. ദൈവം നമുക്ക് ഉറപ്പായിട്ടും മറുപടി തരും. ദൈവം നമുക്ക് ഉറപ്പായിട്ടും മറുപടി തരും, യാതൊരു മാറ്റമില്ല. പല മേഖലകളിലും നിങ്ങൾ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും വിഷമത്തിലായിരുന്നപ്പോഴൊക്കെ ദൈവം നിങ്ങൾക്ക് മറുപടി തന്നു, ദൈവം നിങ്ങൾക്ക് സന്തോഷം തന്നു, ദൈവം നിങ്ങൾക്ക് സമാധാനം തന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ചില വിഷയങ്ങൾ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് വിടുതൽ കിട്ടാതിരിക്കുന്നു. പ്രിയരെ, സഹോദരങ്ങളെ, നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി മുട്ടുപ്പായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് മറുപടി തരും, ദൈവം നിങ്ങൾക്ക് വിടുതലിടും. നിങ്ങളുടെ വിഷമങ്ങൾ ദൈവം അറിയുന്നു. നിൻ്റെ കുടുംബത്തിൻ്റെ മുമ്പേയും നിൻ്റെ ബന്ധുക്കളുടെ മുമ്പേയും നിൻ്റെ വിഷമങ്ങളും നിൻ്റെ പ്രയാസങ്ങളും എല്ലാം നീ ഉള്ളിലൊതുക്കി നീ അവരുടെ കൂടെ സന്തോഷമായി ഇരിക്കുമ്പോഴും ദൈവം നിൻ്റെ ഹൃദയത്തെ അറിയുന്നു, ദൈവം നിൻ്റെ മനസ്സിനെ അറിയുന്നു. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവം അറിയുന്നു. പ്രിയരെ, നിങ്ങൾ പലപ്പോഴും പല പ്രതികൂല ഘട്ടങ്ങൾ വന്നപ്പോഴും നിങ്ങൾ പലരിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാൻ വേണ്ടി നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചതാണ്. പലരിലും നിങ്ങൾ നശിച്ചു പോകാൻ ശ്രമിച്ചതാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇപ്പോഴും നിങ്ങൾ ജീവനത്തോടിരിക്കുന്നു. എന്താണെന്ന് അറിയാമോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ജീവനത്തോടിരിക്കുന്നത്. നിങ്ങൾ പല സമയങ്ങളിലും എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, ഞാനിവിടെ നശിച്ചു പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പലപ്പോഴും നശിച്ചു പോകാൻ സമയത്തും നിങ്ങളെ അവിടെ ഒന്നും വിട്ടുകൊടുക്കാതെ അവിടെ നിന്നെല്ലാം നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ആരാണെന്നറിയാമോ? ദൈവമാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം അവിടെ നിന്നെല്ലാം വിടുവിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോഴും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കുന്നു. നിങ്ങൾ പല അപകടങ്ങളിലും പല മേഖലയിലും നശിച്ചു പോകുന്ന സ്ഥലത്തെല്ലാം അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരമാണ് ഇറങ്ങി നിങ്ങളെ സൂക്ഷിച്ചതും നിങ്ങളെ കരുതിയതും നിങ്ങളെ ബലപ്പെടുത്തിയതും. പ്രിയരെ, നിങ്ങൾ മടുത്തു പോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് യാചിക്കുക. രാത്രി യാമങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം വിടുതലയക്കും. നമ്മുടെ ദൈവം നമ്മളെ വഴി വിട്ടിട്ട് പോണ ദൈവമല്ല. നമ്മളെ പ്രയാസങ്ങളിലും നമ്മളെ ദുഃഖത്തിലും എല്ലാത്തിലും നമ്മളെ കൂടെ ഇരിക്കും. നമുക്ക് സന്തോഷം തരും, നമുക്ക് ആശ്വാസം തരും. ദൈവം നമ്മളെ കൂടെ ഇരുന്ന് നമ്മളോട് സംസാരിക്കും. നമ്മൾ കരയുമ്പോൾ ദൈവം നമ്മളെ അടുത്ത് വന്നിരുന്ന് നമ്മളെ തലയോടി തടവി വിടും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ മടുപ്പില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾ നടക്കാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ചില കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പം ബൈക്കിന് വേണ്ടി അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ വഴക്കുണ്ടാക്കിയ ആ അച്ഛനും അമ്മയും അവർക്ക് ബൈക്ക് മേടിച്ച് കൊടുക്കത്തില്ല. കാര്യം എന്താണെന്നറിയോ? അവർ ഈ പ്രായത്തിൽ ബൈക്ക് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ബൈക്ക് ഇടിച്ച് എവിടെയെങ്കിലും കൊണ്ട് ചിടിച്ച് അവർ നശിച്ചു പോകാൻ ഇടയാകും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അവർക്ക് ബൈക്ക് വേണം. പക്ഷേ മാതാവിനും പിതാവിനും അറിയാം അവർക്ക് ഇപ്പോൾ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലെന്ന്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ ചില വിഷയങ്ങൾക്ക് നിങ്ങൾ മറുപടി കിട്ടാത്ത കാര്യം എന്താണെന്ന് അറിയുക? നിങ്ങൾക്ക് ആ ഒരു വിഷയം ദൈവം തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ചില വിഷയങ്ങൾ ദൈവം മാറ്റിവെക്കുന്ന കാര്യം അതാണ്. പക്ഷേ ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും, അതൊരു വിടുതലായിട്ട് മാറും. പ്രിയരെ, നമ്മൾ എല്ലാ വിഷയങ്ങളും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിനറിയാം നമുക്ക് ഏതാണ് തരേണ്ടത്, നമുക്ക് ഏതാണ് യോഗ്യതയുള്ളത്. അത് ദൈവം നമുക്ക് തരും, അത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നിങ്ങൾ മുട്ടുപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളെ പ്രാർത്ഥന നിർത്തിക്കളയരുത്. നമ്മളെ രക്ഷിക്കുവാനും നമ്മളെ കരുതുവാനും നമ്മളെ കരങ്ങളിൽ സൂക്ഷിക്കുവാനും യേശുവല്ലാതെ മറ്റാരും ഈ ഭൂമിയില്ല. യേശുവിനെ പോലെ മറ്റൊരു വ്യക്തിയില്ല. യേശുവിനെ പോലെ നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ അപ്പൻ നമ്മളെ കൈവിട്ടാലും, നമ്മളെ അമ്മ കൈവിട്ടാലും, നമ്മളെ ബന്ധുക്കൾ കൈവിട്ടാലും, നമ്മളെ സഹോദരങ്ങൾ കൈവിട്ടാലും, ആര് നമ്മളെ കൈവിട്ടാലും നമ്മളെ കൈവിടാത്ത ഒരേ ഒരാളുള്ളൂ, അത് യേശുവാണ്. യേശുവിൻ്റെ കരങ്ങളിൽ നമ്മൾ താഴ്മയോടെ ആയിരിക്കുക, നമ്മൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ മാനിക്കും. നമ്മളെ വിടുവിപ്പാൻ മറ്റാരുമില്ല. യേശുവിൽ കൂടെ മാത്രമേ നമുക്ക് വിടുതലുള്ളൂ.
ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക. നമ്മളെ കാക്കുന്നവനും കരുതുന്നവനും ബലപ്പെടുത്തുന്നവനും സൂക്ഷിക്കുന്നവനും എല്ലാം യഹോവയായ ദൈവം നാം മഹത്വപ്പെടുത്തി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.